ഉപയോഗിച്ചിട്ടുണ്ടോ കഞ്ചാവ്? ഞാൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. കുഴപ്പമില്ല. എന്നാ പിന്നെ സ്കൂളുകളിലൊക്കെ കഞ്ചാവ് വിതരണം ചെയ്യാൻ മിഠായി പോലെ. നിങ്ങളെന്താ കഴിക്കാത്തെ? എനിക്കതിനോട് അപ്പൊ പിന്നെ നിങ്ങൾ അത് അങ്ങനെ പറയണ്ട. ഞാൻ എപ്പോഴാണ് സ്കൂളിൽ കൊടുക്കണം പറഞ്ഞത്? ഇങ്ങനെ കുറെ അവതാരികമാര് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു അവതാരിക അരിശം പിടിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അവതാരിക ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇങ്ങനെ. അതായത് മൈത്രേയൻ കഞ്ചാവിനെ വലിയ രീതിയിൽ അടിപൊളിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള മറുചോദ്യമായിട്ട് ചോദിക്കേണ്ടത് ഇങ്ങനെയാണോ? എന്നാൽ സ്കൂളിൽ കൊടുക്കുക എന്നാണ് പറയേണ്ടത്. അതൊരു വലിയ തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല, ആവർത്തിക്കരുത്. ഇനിയെങ്കിലും ആ മണ്ടത്തരം ആവർത്തിക്കാതിരിക്കുക. മൈത്രേയൻ ഈ ഒരു കാര്യത്തിൽ കഞ്ചാവ് വലിക്കുന്ന അടിപൊളിയാണ് എന്ന് പറയുന്ന കാര്യത്തിനോട് ഞാൻ വിയോജിക്കുന്നു. ആ ഒരു കാര്യം ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ ആരും തയ്യാറാവില്ല. ലഹരിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നമ്മൾ മാറ്റി നിർത്തും. പക്ഷേ ചില കാര്യങ്ങളിൽ മൈത്രേയൻ പറയുന്ന വാക്കുകൾ നമുക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് മാത്രം ആളെ കാണുന്നു, ഫോളോ ചെയ്യുന്നില്ല, കാണുന്നു, ഇന്റർവ്യൂ വരുന്നത് കാണും, അത്രേ ഉള്ളൂ. കഞ്ചാവ് വലിക്കണം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സമൂഹത്തിൽ നമ്മൾ ഏത് രീതിയിലാണ് കാണേണ്ടത്? അവരെ മാറ്റി നിർത്തുക തന്നെ വേണമെന്നുള്ളതാ. എന്നാൽ എല്ലാം കൊണ്ടും മാറ്റി നിർത്താൻ കഴിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പറയേണ്ടടുത്ത് പറയും, കേൾക്കേണ്ടടുത്ത് കേൾക്കും, അത്രേ ഉള്ളൂ. നമുക്ക് വീഡിയോയിലോട്ടുണ്ട് കയറാല്ലേ, തുടങ്ങാം. അല്ല, ഓരോ ആൾക്കാർ ഇത് കാണുമ്പോൾ കഞ്ചാവ് വളരെ സില്ലിയാണെന്ന് കേൾക്കുമ്പോൾ ഉപയോഗിക്കാൻ ശരിക്കും തോന്നും സാർ. അതാ ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹംസനും ശ്രീകൃഷ്ണ അല്ല പരമഹംസനും വിവേകാനന്ദനും എല്ലാം ഉപയോഗിക്കുന്നായിരുന്നു. ഞാൻ അവരിൽ നിന്നാണ് പഠിച്ചത്. ഓക്കെ, പല ആളുകളും ഇത് വലിച്ചിരുന്നു, അല്ലെങ്കിൽ അഘോരികളായിട്ടുള്ള ആളുകൾ വലിക്കുന്നു. ആ ഒരു കാര്യം കൊണ്ട് ഞാനിത് വലിക്കും, അല്ലെങ്കിൽ ഞാനിത് വലിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് എന്താ ഇവിടെ നേട്ടം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ ചില സംഘികൾക്കുള്ള മറുപടിയായിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്. പരമശിവൻ വലിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പലയിടങ്ങളിൽ നോക്കിയാൽ മനസ്സിലാവും. അതേപോലെ തന്നെ പല ആളുകളും വലിക്കുന്നത്, സന്യാസിമാര് വലിക്കുന്ന കാര്യവും നമുക്കറിയാം. അപ്പൊ അതിനെ നമ്മളൊരു ട്രോൾ എന്ന രീതിയിൽ പറയുന്നതിന് തുല്യമല്ല അത്. കാരണം ഞാൻ വലിച്ചിരുന്നു, ഞാൻ വലിക്കാനുള്ള കാരണം ഇവര് പ്രചോദനമായിട്ടാണെന്ന് പറയുമ്പോൾ ഹൈന്ദവരായിട്ടുള്ള പല ആളുകളും ഇതില്, ചില ആളുകൾ നന്നായിട്ട് വലിക്കുന്നവരും കുടിക്കുന്നവരും ഉണ്ട്, നമുക്കറിയാം. അവര് കൂടുതലായിട്ട് അതിൽ അഡിഷൻ വന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. മൈത്രേയന്റെ വിഷയത്തില് മൈത്രേയൻ ഇത് ചെയ്യണം എന്ന് തന്നെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളോടുള്ള ഒരു താല്പര്യത്തിൽ നിന്ന് ഒരു ഇടിവ് സംഭവിക്കുന്നുണ്ട്. മദ്യപാനം ഇവിടുത്തെ ഗവൺമെന്റ് എല്ലാ സ്ഥലത്തൂടെയും വ്യവസായത്തിലോ കൊടുത്തോണ്ടിരിക്കുന്നതാണ്. ഇവിടുത്തെ ഗവൺമെന്റിനേക്കാളും കുറ്റവാളികളായ ആരും ഇല്ല ഇവിടെ. മുഴുവൻ എണ്ണത്തിന് മന്ത്രി സഹിതം തൂക്കിക്കൊല്ലണം നിങ്ങൾ പറയുന്ന ന്യായമാണെങ്കിൽ. ഈ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. അതാ പറഞ്ഞ ചില കാര്യങ്ങളോട് നമുക്ക് യോജിച്ചേ വെക്കൂ. ഏറ്റവും കൂടുതൽ ഈ നാടിനെ നശിപ്പിക്കുന്നത് മദ്യപാനമാണ്. ഈ മദ്യത്തെ ഇത്ര അധികം പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിന് വേറെ സാമ്പത്തികമായിട്ട് സർക്കാരിന് ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ 3 രീതിയിലാണ് ഇവിടെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, മദ്യം ആളുകളെ നന്നായി പറ്റിക്കുന്നുണ്ട് അല്ലെ, ആളുകളെ നശിപ്പിക്കുന്നുണ്ട് അല്ലെ, ആളുകളുടെ ജീവിതം ഇല്ലാണ്ടാക്കുന്നുണ്ട് അല്ലെ, ഒരുപാട് സ്ത്രീകളെ കണ്ണുനീര് അല്ലെ, ഇതൊക്കെ സർക്കാർ ചെയ്യുന്നതാ. രണ്ടാമത്തെ കാര്യം ലോട്ടറിയാ, സെയിം അവസ്ഥ തന്നെയാണ്. കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് വരുമ്പോ വളരെ കുറച്ച് പൈസ ജനങ്ങളിലേക്ക് കൊടുക്കുന്നു, അതിൽ നിന്ന് പോലും വീണ്ടും കൈയിട്ട് മാന്തുന്ന ഒരവസ്ഥ. അതാണ് അടുത്തത്. ഇനി മൂന്നാമത്തെ കാര്യം വികസനം. അത് ഉണ്ട് എന്ന് പറയും. നമ്മുടെ റോഡൊക്കെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ റോഡ് ടാക്സ് വേറെയും വാങ്ങും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന. അപ്പോ ലഹരി വിമുക്തമായിട്ടുള്ള ഒരു കേരളം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അതേ സർക്കാർ തന്നെ ഇവിടെ ഒരു സൈഡിൽ കൂടെ എന്താ ചെയ്യുന്നത്? ഇത്തരം രീതിയിലുള്ള സാധനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോ മൈത്രേയൻ പറഞ്ഞ ആ വാക്ക് കറക്റ്റാ. അത് ആദ്യം നിർത്തട്ടെ അല്ലെ, എന്നിട്ട് എല്ലാം നിർത്തട്ടെ. ഇപ്പൊ ഇവിടെ പിടിക്കപ്പെടുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തുച്ഛമായ രീതിയിൽ ആരുടെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങി പോക്കറ്റിൽ വെക്കുന്നവനാ. എന്നാൽ അത് വലിയ രീതിയിൽ വിൽപ്പന നടത്തുന്ന കുത്തക മുതലാളിമാരെ ആരൊന്നും പിടിക്കാനും പോകുന്നില്ല. കൊള്ളാം. ഇത്രയും എന്ന വ്യക്തിയെ 15 മിനിറ്റ് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ശരിയാക്കി ശരിയാക്കി കൊടുത്തനെ. കാരണം എന്താ അതിന് പറയാൻ കാരണം എന്ന് സാർ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ അഖിൽ മാരാർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണത്. എനിക്ക് അയാളെ അറിഞ്ഞൊന്നും കൂടെ, ഞാനിപ്പോൾ അയാളെ പറ്റി എന്ത് പറയുന്നു? എനിക്ക് അയാൾ ആരുമല്ല. ഇത്രയും മനുഷ്യരെ അറിയുന്ന ഒരു വ്യക്തിക്ക് അഖിൽ മാരാറിനെ അറിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരിക്കലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് അഭിനയിച്ചു എന്ന് പറഞ്ഞ ഒരാളാണ് എന്നോട് പറഞ്ഞു ഇങ്ങനെ ബിഗ് ബോസ് ഞാൻ ഒരിക്കലും കാണത്തില്ല. ഇന്നലെ എന്നെ ഈ തവണത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോകത്തില്ല. അടിപൊളി. അഖിൽ മാരാർ ഒരു വെല്ലുവിളി നടത്തി. അതായത് എന്റെ അടുത്ത് 1 മണിക്കൂറൊന്നും കൂടി വേണ്ട, 2 മിനിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മൈത്രേയനെ ഞാൻ മൂക്കിക്കൂടെ വലിച്ച് പുറത്തുകൂടെ എടുക്കുന്നുള്ളത്. ഈ ഒരു കാര്യത്തില് മൈത്രേയൻ പറഞ്ഞ കാര്യം കറക്റ്റാ. അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിയെ എനിക്കറിയില്ല, ബിഗ് ബോസ് ഞാൻ കാണാറില്ല. അത് മാത്രല്ല, ആരാണ് ഈ അഖിൽ മാരാർ? ഈ സമൂഹത്തിന് വേണ്ടി എന്ത് തേങ്ങാക്കൊലയാ ചെയ്തിട്ടുള്ളത്? ഇയാൾ എന്താണ് ഇവിടെ ചെയ്തു കൂട്ടിയിട്ടുള്ളത്? ഒരിക്കലും ബിഗ് ബോസിലേക്ക് ഞാൻ പോവില്ല,
അങ്ങനെ പോകുന്നതിനെക്കാട്ടി നല്ല ഞാൻ ലുലുമാളിൽ മുണ്ടുപൊക്കി കാണിക്കുക എന്ന് പറഞ്ഞ അതേ ആള് തന്നെ നേരെ ബിഗ് ബോസിൽ പോയി പ്രൈസ് അടിച്ചിട്ടുണ്ട്. അത് ഞാൻ തള്ളിക്കളയുന്നില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രോഗ്രാമിൽ എനിക്ക് ഇഷ്ടമായിരുന്നു, അത് വേറെ കാര്യം. കാരണം പല രീതിയിലുള്ള പെരുമാറ്റവും അതൊക്കെ അടിപൊളിയായിരുന്നു, അതൊക്കെ വേറെ കാര്യം. പക്ഷെ പുറത്തേക്ക് എത്തിയപ്പോ ആളുടെ ഫാസിസ്റ്റ് മനോഭാവം പുറത്തേക്ക് തള്ളിയിട്ട് എങ്ങനെയെങ്കിലും പേരെടുക്കണം, ഞാനെന്ന ഭാവം, അഹങ്കാര അഹംഭാവം ഇതായിട്ടാണ് നടക്കുന്നത്. മൈത്രേനെ പോലെയുള്ള ഒരാളെ എടുത്തുനിന്ന് ഡിബേറ്റിന് പോയിട്ടുണ്ടെങ്കിൽ ആ തൊള്ളപോട്ട് കൊണ്ടൊന്നും ജയിക്കാൻ പറ്റൂല. എന്റെ പൊന്നു മോനെ, നിങ്ങളെ ഇയാൾ കാണുന്നത് വെറും ഒരു എന്തോ ആയിട്ടാണ്. അത് ഈ വാക്കുകൾക്കൊക്കെ മനസ്സിലാവും. അഖിൽമാരാർ ഒരിക്കലും ബിഗ് ബോസിൽ വന്ന ശേഷം അല്ല സെയിം ആയിട്ട്. എനിക്കല്ലാതെ അറിഞ്ഞൂടാ. എനിക്കിപ്പോ നിങ്ങൾ പറയാം, ഞാൻ സാർ ലോകത്തിനുള്ള എത്രയും പേര് ഇയാള് ലോകത്തിലെങ്കിലും ഇല്ല. അറിഞ്ഞിട്ടൊന്ന് പറഞ്ഞു ഒത്തിരി ആൾക്കാർ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ പോലുള്ള ഇപ്പൊ ഞാൻ അടുപ്പിച്ച ഒരു 3 ഇന്റർവ്യൂവിനകത്ത് ആൾക്കാർ ഇത് ചോദിച്ചിട്ടുണ്ട്. അതിന് അങ്ങനെ എനിക്കറിയാവൂ, അല്ലാതെ എനിക്കറിയില്ല. ഒരിക്കൽ പോലും അഖിൽമാരാറിനെ അറിയാൻ ശ്രമിച്ചിട്ടേ ഇല്ല. എന്റെ ലോകത്തേ ഇല്ല അഖിൽമാരാർ എന്ന് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്ന ആളുകൾക്ക് മാത്രം അഖിൽമാരാറിനെ അറിയുണ്ടാവുള്ളൂ. അതല്ലാത്ത ആളുകൾക്ക് അഖിൽമാരാർ അറിയോ? അറിയില്ല. അഖിൽമാരാറെ അറിയില്ല എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റുമല്ല. അഖിൽമാരാരെ ആരാ എന്ന് ചോദിക്കുന്നത് ഒരു തെറ്റല്ല. എന്നാൽ എന്നെ പോലെയുള്ള ആളുകൾക്ക് അഖിൽമാരെ അറിയാം. അഖിൽമാരാർ പറയുന്ന പല കാര്യങ്ങളിലും യോജിപ്പും വിയോജിപ്പുള്ള ആളുകളാണ് നമ്മൾ. പല വീഡിയോസും റിയാക്റ്റും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാനൊക്കെ. ബിഗ് ബോസിന്റെ ആ ഒരു സമയത്ത് ഞാനൊക്കെ അത്യാവശ്യം അഖിൽമാരാറെ സപ്പോർട്ട് ചെയ്തൊരു മനുഷ്യനും കൂടിയാണ്. അത് ആ ഒരു ഗെയിമിന്റെ ഭാഗമായി അദ്ദേഹം കാണിച്ചു കൂട്ടിയ കുറച്ച് സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എത്തിയപ്പോ ചില വിഷയങ്ങൾ പോരാ. ഇത്രയും നല്ല 1.5 കൊടുത്തിട്ടുള്ളത്. അയാള് ലോകത്തിലേ ഇല്ല. പൊളി. ഏത് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ മേഖലയിൽ ഞാൻ എങ്ങനെ അദ്ദേഹത്തിന് അറിയോ? അറിയാനൊക്കത്തില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മേഖലയിൽ എവിടെയെങ്കിലും അറിയാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു ഒരു 15 മിനിറ്റ് കിട്ടിയാൽ മാത്രം മതി. എനിക്ക് അയാളെ അറിയാം. അയാൾ 15 അല്ല 25 മിനിറ്റ് എന്ത് വേണം. എനിക്ക് അയാൾ നോൺ എക്സിസ്റ്റന്റ് ആണ്. അയാൾ എന്റെ മറുവശമല്ല. തീർച്ചയായിട്ടും അഖിൽമാരാറെ കുറിച്ചിട്ട് ഇദ്ദേഹത്തിനൊന്നും അറിയില്ലെങ്കിൽ അഖിൽമാരാറിനായിട്ട് ഡിബേറ്റിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഖിൽമാരാറിന് സിമ്പിൾ ആയിരിക്കും കാര്യങ്ങൾ. പക്ഷെ ലോക വിവരത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ അഖിൽമാരാർ ഇയാളുടെ മുന്നിൽ പൂജയായിരിക്കും. എന്നാൽ അഖിൽമാരാറോട് താല്പര്യക്കുറവുള്ള ആളാണ് ഞാൻ. മൈത്രേന്റെ കാര്യത്തിൽ അത് തന്നെയാണ് കേട്ടോ. വേടന്റെ പാട്ടൊക്കെ സാർ കേൾക്കാറുണ്ടോ? വേടന്റെ പാട്ട് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് മെനക്കെട്ട് കേൾക്കേണ്ടി വന്നു. കാരണം അയാൾ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് ആണ്. അത് ജാതി എന്താണ് കൂടുതൽ പ്രൊജക്ട് ചെയ്യുന്ന രീതിയിൽ പാട്ടുകളെ കൊണ്ടുവരുന്നു എന്ന് പറയുകയാണെങ്കിൽ അതൊക്കെ ഈ ഇവിടുത്തെ ജാതിവാദികളുടെ ആർഗ്യുമെന്റ്സാണ് പറയുന്നത്. കാരണം സംവരണമാണ് ജാതി ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതുപോലെയാണ് ഹിന്ദു മാട്രിമോണിയൽ, നായർ മാട്രിമോണിയൽ, ഈഴവ മാട്രിമോണിയൽ, ബ്രാഹ്മണ മാട്രിമോണിയൽ ഒക്കെ ഉണ്ടാക്കിയത് വേടനാണ്. ആണോ? അല്ല. ഈ വേടന്റെ വിഷയത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു സംസാര രീതി, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മളൊക്കെ ചില വീഡിയോസിൽ ഒരുപാട് വിവരിച്ച് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സിമ്പിൾ വേർഡ്സിലാണ് പറയുന്നത്. വേടനല്ല ഇവിടെയുള്ള ജാതീയ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. വേടൻ ആകെ ചെയ്തിട്ടുള്ളത്, നീ കഴിക്കുന്ന പഴത്തില് പുഴു ഉണ്ടെങ്കിൽ എടാ നീ കഴിക്കുന്ന പഴത്തില് പുഴു ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ അത് എടുത്ത് കളഞ്ഞു കഴിക്കാം, അല്ലെങ്കിൽ ആ ഭാഗം മുറിച്ച് കളഞ്ഞു കഴിക്കാം, അല്ലെങ്കിൽ ആ പഴം തന്നെ നമുക്കത് മാറ്റിവെക്കാം. ഇത്രയേ ഉള്ളൂ. ഇവിടെ ജാതീയത ഉണ്ട്, അത് സംഭവിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ഒരു വേദിയിൽ പറയുന്നു. അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കൃത്യമായിട്ട് അത് പ്രതിപാദിക്കുന്നു. അതിനെ ശരിവെക്കുന്ന രീതിയിൽ പല വാർത്തകളും നമ്മളും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. ഈ ഒരു വാക്കുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഇന്റർവ്യൂവിൽ ഇഷ്ടപ്പെട്ടത്. വേടം പറഞ്ഞ പല കാര്യങ്ങളും വളച്ചൊടിക്കുന്ന അഖിൽമാരാറിനുള്ള മറുപടിയും കൂടിയാണിത്. സിമ്പിൾ വേർഡ്സിലാണ് ആള് പറയുന്നത്. ഇവിടുത്തെ മാട്രിമോണിയൊന്നും വേടൻ ഉണ്ടാക്കിയതല്ല, ജാതി സിസ്റ്റം ഉണ്ടാക്കിയതും വേടനല്ല, പേരിന്റെ തെറ്റത്ത് വാല് വെക്കണം എന്ന് പറഞ്ഞതും വേടനല്ല. ദേവസ്വം ബോർഡിനകത്ത് പൂജാരിമാരായിട്ടിരിക്കാനായിട്ട് ബ്രാഹ്മണർക്കേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് വേടൻ ഉണ്ടാക്കിയതാണ്. ഒരു വീട്ടിനകത്ത് നിങ്ങൾ ഒരു പയ്യനെ ഇഷ്ടപ്പെട്ടു, അയാളെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന വീട്ടുകാർ പറയുന്ന കാര്യം വേടൻ പറഞ്ഞിട്ടാണ്? തീർച്ചയായിട്ടും അല്ല. 2 ജാതിയിൽപ്പെട്ട ആളുകൾ പ്രേമിച്ചു കഴിഞ്ഞാൽ കല്യാണത്തോടടുക്കുമ്പോൾ ഇരു കൂട്ടരും ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ല. അവിടെ എന്താ പ്രശ്നമായിട്ടുള്ളത്? ജാതി തന്നെയാണ്. ഇതൊന്നും വേടൻ പറഞ്ഞിട്ട് ഉണ്ടാക്കിയൊരു വിഷയമേ അല്ല. ഇത് കാലങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. അത് നമുക്ക് മാറ്റാൻ കഴിയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ കഴിയില്ല. അതിനിടയിലാണ് ദളിതനായി ജനിച്ച ഒരു എഞ്ചിനീയറുടെ ഒരു കഥ, ഒരു AI ക്രിയേറ്റഡ് ഫോട്ടോയും വെച്ചിട്ട് കുറെ സംഖ്യകൾ അടിച്ചിറക്കിയത്. അത് പൂർണ്ണമായിട്ടൊരു ഫേക്ക് ആയിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്നാലും അത് ഷെയർ ചെയ്യണം. അയാൾ പഠിച്ച് വിദ്യാഭ്യാസം നേടി ഒരു ജോലിയൊക്കെ കിട്ടി കുറച്ച് പൈസ ഒക്കെ ആയപ്പോൾ അയാളെ പ്രേമിച്ച നായർ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ കല്യാണം സമ്മതിച്ചങ്ങോട്ട് കൊടുത്ത്, എന്നിട്ട് എന്താക്കി, അവനെ അങ്ങ് വലിയ മുകളിലേക്ക് കയറ്റി വെച്ചെന്നാ പറയുന്നത്.
അവൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജാതി ഏതായാലും കുഴപ്പമില്ല, പൈസ ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. ജാതി ഏതായാലും കുഴപ്പമില്ല, പൈസ ഇല്ലാത്ത ആളുകൾ അടിച്ചമർത്തപ്പെടുന്നില്ലേ, അത് സംഭവിക്കാതിരിക്കാൻ കൂടി വേടം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവർക്കും AI-യുടെ പിന്നാലെ പോയാൽ മതി. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഈ നാട് പണ്ടേ ഇങ്ങനെ തന്നെയാണ്, ജാതിവാദികളുടെ നാടാണ്. അവരുടെ അവസ്ഥയെപ്പറ്റി ചൂണ്ടിക്കാണിച്ചത് മാത്രമേ വേടം ചെയ്തിട്ടുള്ളൂ. അല്ല നിങ്ങളുടെ പഴത്തിനകത്ത് ഒരു പുഴുവുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതാണ് ഞാൻ പറഞ്ഞ ആ വാക്ക്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം ചൂണ്ടിക്കാണിച്ചു, അത്രയേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് വേടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റല്ല ചെയ്തിട്ടുള്ളത്, ശരിയാണ് ചെയ്തിട്ടുള്ളത്. തെറ്റ് ചെയ്തത് കഞ്ചാവ് വലിക്കലാണ്. ആ കഞ്ചാവ് വലിക്കുന്ന കാര്യം മൈത്രേയന് ശരിയായിരിക്കാം, നമുക്കത് ശരിയല്ല കേട്ടോ. നമ്മൾ പറയേണ്ടത് പറയേണ്ടോടത്ത് തന്നെ പറയണം. ഇപ്പം ഈ വടക്കേ ഇന്ത്യയിലെ കുംഭമേള നടത്തിയായിരുന്നല്ലോ. ഇവിടുത്തെ എന്താണ് ഗവൺമെന്റ് പണം ചെലവഴിച്ച് നടത്തിയതാണല്ലോ. ഇവിടെ ഇങ്ങനെ മലന്ന് കിടന്നവന്മാർ പിന്നെ വേറെ എന്തുവായിരുന്നു വലിച്ചുകൊണ്ടിരുന്നത്. ദിവസവും പാങ്ങടിച്ചിട്ടാണല്ലോ ആ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് ഇരിക്കുന്നത്. അപ്പൊ എന്താണ് അത് കറപ്പാ എല്ലാം ചെയ്യുന്നവരല്ലേ അവര്? യോഗിമാരെല്ലാവരും അല്ലേ ഈ നാട് ഇപ്പം ഭരിച്ചോണ്ടിരിക്കുന്നത്? മാരെല്ലാവരും അവരോട് വലിക്കുന്നല്ലേ ഇതല്ല? നിങ്ങൾ ഏത് കുട്ടികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? ഇവരൊക്കെ അല്ലേ മോഡല്? ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല, ആൾക്കെങ്കിലും സ്കൂളിൽ കൊടുക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ വകയാ. ശരിയാണ്, ആ ഒരു കാര്യം കറക്റ്റാ. അതായത് UP, മധ്യപ്രദേശ്, ബീഹാർ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിലല്ല, അത്യാവശ്യം വൃത്തികെട്ട രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ കാറ്റഗറൈസ്ഡ് ആണ്. 15 വയസ്സ് വരെ ഇത്, 15 വയസ്സിന് ശേഷം എത്ര, അങ്ങനെ ഓരോ വീര്യത്തിനനുസരിച്ചിട്ട് ഇവർ മുറുക്കാനും പാൻ മസാലയും ഈ ബലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കഞ്ചാവൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അഘോരികളും പിന്നെ സന്യാസിമാരും അതും ഇതെന്നൊക്കെ പറഞ്ഞ് വലിച്ചു കൂട്ടുന്നുണ്ട്. എന്തുകൊണ്ടാ? ഹൈന്ദവ മതവിശ്വാസ പ്രകാരം കഞ്ചാവിന് എന്തോ വലിയൊരു സ്ഥാനം ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഹിമാലയത്തിലൊക്കെ തപസ്സിരിക്കുന്ന ആളുകൾ, യോഗിമാരൊക്കെ നന്നായിട്ട് വലിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. കുംഭമേള നടന്നപ്പോ അവിടെ വലിച്ചു പുകച്ചു വിട്ടിരുന്ന ഒരുപാട് വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ന്യായീകരിക്കാനോ ഇതിനെക്കുറിച്ച് എതിർക്കാനോ കഴിയാത്തൊരവസ്ഥയുണ്ട് എന്നുള്ള കാര്യം ഒരു തർക്കവും വേണ്ട. അപ്പൊ കഞ്ചാവിന് എതിരെയായിട്ടല്ല സത്യത്തിൽ വേടനെ എല്ലാവരും ക്രൂശിച്ചിരുന്നത്, എല്ലാവരല്ല, തമ്പ്രാക്കന്മാർ ക്രൂശിച്ചിരുന്നത്. വേടൻ പറയുന്ന പല കാര്യങ്ങളും ഇവർക്ക് നന്നായിട്ട് കൊണ്ടു. അപ്പൊ പിന്നെ വേടന്റെ കയ്യിലൊരു തെറ്റുള്ളത് കഞ്ചാവ് വലിച്ചു പിടിച്ചത് എന്നുള്ളതാണ്. അപ്പൊ അത് വെച്ചൊരു കളി കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയല്ലേ ചിറ്റ. പക്ഷെ അവർക്ക് അതിന് യോഗ്യതയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം അവർ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ നന്നായി വലിച്ചു കയറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ആ വലിച്ചു കയറ്റലുകളെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല, പക്ഷെ വലിക്കുന്ന ആളുകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കാതിരിക്കുന്നതും ശരിയല്ല. കഞ്ചാവിനകത്ത് ബലമുള്ളത് കൊണ്ട് മാത്രമാണ്, ഒരു തെറ്റുമില്ല. കാരണം ശ്രീരാമകൃഷ്ണ പരമഹംസനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അദ്ദേഹം നല്ല കഞ്ചാവ് വലിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് നാട്ടിനകത്ത് പരമഹംസന. നിങ്ങൾക്ക് പരമഹംസത്വം വേണോ? യോഗി ആദിത്യനാഥ് ആകണോ? കുംഭമേളയിൽ പോകണോ? കഞ്ചാവ് വലിക്കണം. ഇത് മൂന്നുമാണ് ഇന്ത്യൻ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ കാശ് ചെലവഴിച്ച് ഈ അടുത്തിടയ്ക്ക് നടത്തിയ ഉത്സവമാണ് കുംഭമേള. അവിടെ ഉള്ള മുഴുവൻ പേരും കഞ്ചാവ് വലിച്ചവരാ. അവിടെ കിടക്കുന്നത് എവിടെ പോയി നമ്മളെല്ലാം കാണുന്നതല്ലേ. ഞാൻ പോയ സ്ഥലങ്ങളായതല്ല, ഈ പറയുന്ന മുഴുവൻ ആശ്രമങ്ങളിനകത്തും ഈ പറയുന്ന എന്താണ് ഹിമാലയത്തിലൊക്കെ പോയി ഗുഹയിലൊക്കെ ഇരുന്ന ഒരു വിത്തനാ ഞാൻ. എനിക്ക് ഞാനിനി നേരിട്ട് അനുഭവിച്ചില്ല എന്നും കൂടെ പറയല്ലേ. ഒരു സത്യത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു, അത് മാത്രമേ നമ്മൾ കണക്കിലെടുക്കാവൂ. ഇദ്ദേഹം പറയുന്നത് പോലെ വലിക്കുന്നത് നല്ലതാണെന്നും എല്ലാവരും വലിച്ചു കയറ്റണം എന്നുള്ള ഒരു മെസ്സേജും കിട്ടുമ്പോൾ അത് ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. അതായത് അത് ചെയ്യരുത് എന്ന് ചൂണ്ടിക്കാണിക്കണം, അത്ര തന്നെ. അല്ലാതെ ഇയാൾ ന്യായീകരിക്കുന്ന ന്യായീകരണത്തിൽ എനിക്ക് പൂർണ്ണമായിട്ട് യോജിപ്പില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. അവിടെ അത് വലിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പൊ ഞാനും വലിക്കും എന്നുള്ളൊരു സാധനം ഇദ്ദേഹം ഒരു പൊതുബോധം ഉണ്ടാക്കി വെക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് ചില കാര്യം പൊട്ടത്തരാണെന്നുള്ളത്. അതാ പറഞ്ഞ DNA എന്ന് അയാൾ പറയുന്ന സമയത്ത് DNA ആയിട്ട് അതിന് ബന്ധമൊന്നുമില്ല, നമ്മുടെ കൂറിലില്ല എന്നൊക്കെ പണ്ട് ആൾക്കാർ പറയുന്ന പോലുള്ള ഒരു പ്രയോഗമാണ്. ആളുകൾ പറയത്തില്ല ഞാൻ ആ പെഡിഗ്രി പെടുന്നവരല്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ പ്രയോഗത്തിൽ വരുന്നത്, അല്ലാതെ ടെക്നിക്കലി DNA-യിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. DNA എന്താണെന്ന് അറിഞ്ഞുകൂടാന്നാണ് വേടൻ പറഞ്ഞത്. സത്യത്തിൽ അത് സത്യമാണ്. കാരണം DNA എന്ന് പറയുന്ന സാധനത്തിനെ പറ്റി വേടൻ അറിഞ്ഞുകൂടാ. അയാൾ DNA എന്ന് പറയുന്നതുകൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം. സാംസ്കാരികമായി അവർ ജീവിച്ചിരുന്ന അന്തരീക്ഷത്തിനകത്ത് വിദ്യാസമ്പന്നരാകാൻ വേണ്ടിയുള്ള ഒരു അന്തരീക്ഷവും ഉണ്ടായിട്ടില്ല. ഈ ഒരു കാര്യത്തിനെ വേടനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ആളുകളെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിലിപ്പോ അഖിൽമാരാർ തന്നെ ആ DNA കുറിച്ചിട്ട് പറഞ്ഞ രീതിയൊക്കെ നമുക്കറിയാലോ. നമ്മൾ കൃത്യമായി പറഞ്ഞ അതേ സാധനം മൈത്രൻ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ആ സാഹചര്യങ്ങളില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ വലിയൊരു സാമ്പത്തികമായിട്ടുള്ള ഒരാളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ കൃത്യമായൊരു പഠനമുറി ഉണ്ടാവും, അവിടെ ഇരുന്ന് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും, അവരെ ട്യൂഷന് വിടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും, നല്ല സ്കൂളുകളിൽ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. അങ്ങനെ എല്ലാം കൊണ്ട് ആ കുട്ടിക്ക് പഠിക്കാനുള്ള സാഹചര്യം അവിടെ കൃത്യമായി ഒരുക്കി കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ ഒരു ആദിവാസി കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞിന് ഇതേ സംവിധാനങ്ങളൊന്നും കിട്ടുന്നില്ല.
തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ആളുകൾക്ക് ആരെങ്കിലുമൊക്കെ സഹായിച്ചാൽ സഹായിച്ചു. ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ്, കൃത്യമായി അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്ന ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് സമൂഹത്തിൽ പഠിച്ച് ഉന്നതിയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തുന്നത്. അതോ പല കുട്ടികൾക്കും പഠനം പൂർത്തിയാക്കാനും കഴിയാറില്ല. കാരണം എന്താ വെച്ചാൽ വീട്ടിൽ പട്ടിണിയാ. അപ്പൊ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥ വരും. ഈ അവസ്ഥയിൽ നിന്നുള്ള ഒരു മാറ്റം വരണമെന്നാണ് വേടൻ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാര്യത്തിൽ ഒരു DNA എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് പല ആളുകൾ അതിനെ വേറൊരു രീതിയിലേക്ക് വളച്ചൊടിച്ചപ്പോ കൃത്യമായ രീതിയിൽ ഒറ്റ വാക്കില് അതിനെ ക്ലാരിഫിക്കേഷൻ തന്നു ഇദ്ദേഹം. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്വാഭാവികമായിട്ട് അങ്ങനെ കഴിയുന്ന ഇപ്പോൾ ആദിവാസികളായിരിക്കുന്ന ആൾക്കാരോട് റോക്കറ്റ് എങ്ങനെ വിടുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല. അതേ സമയത്ത് അവിടുന്ന് ഒരു കുട്ടിയെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വളർത്തുകയാണെന്ന് വെച്ചു പെട്ടെന്ന് അവർ പറയും. അങ്ങനെയാണ് അത് മാറുന്നത്. അപ്പോൾ പലതരത്തിലുള്ള സ്ഥലങ്ങളിൽ, അതിനൊരു ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞ പല സ്ഥലങ്ങളിലുള്ള കുട്ടികളെ ഒന്നിച്ച് വളർത്തി അവർ ഒരു ഭാഷ സംസാരിക്കുന്നവരായി പോകും. എന്ത് ഭാഷയിലാണോ അവരോട് സംസാരിക്കുന്ന ആ ഭാഷ പഠിക്കും. അല്ലാതെ പല സ്ഥലത്തു നിന്ന് എടുത്തവർ ഓരോ കുട്ടിയും അത് ഭാഷ സംസാരിക്കുകയാണോ ചെയ്യുന്നത്? ഒന്നുമല്ല, അത് കേട്ട് വളർന്നാലേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ആ പറയുന്നത് സാമൂഹ്യ സാഹചര്യത്തിനകത്ത് എവിടെ വളരുന്നു എന്നനുസരിച്ചിട്ട് കിട്ടുന്നതിനെയാണ് അയാൾ അവിടെ ഉദ്ദേശിച്ചത്. ഇത്ര ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ ഉദ്ദേശങ്ങളൊന്നും ചില ആളുകൾക്ക് തീരെ അങ്ങോട്ട് ദഹിച്ചില്ല. കാരണം വേടൻ പറയുന്നത് അതല്ല, ഇതാണെന്ന് എങ്ങനെയെങ്കിലും വരുത്തി തീർക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ മൈത്രേന്റെ ഒരു ആറ്റിറ്റ്യൂഡിലുള്ള പ്രശ്നങ്ങളാണ് ചിലത് നമുക്ക് ഇഷ്ടപ്പെടാത്തത്, ചിലത് നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് നമുക്കൊരു മനുഷ്യനെ ഇഷ്ടപ്പെടാൻ പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല എന്നുള്ള ഒരു കാര്യം കൂടി നമുക്കിവിടെ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വേടന്റെ വിഷയത്തിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലേ അദ്ദേഹത്തിന്റെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ അഖിൽമാരാറിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിലെനിക്ക് ഇഷ്ടപ്പെടാതെ പോയത് ഒന്നാണ് കഞ്ചാവ്. അതിനെ പ്രൊമോട്ട് ചെയ്യരുത് എന്റെ പൊന്നു ചേട്ടായി. എങ്ങനെ മോങ്ങാൻ നിൽക്കണ നായയുടെ തല തേങ്ങ വേണ പറഞ്ഞാല് കുറെ എണ്ണം കാത്തിരിക്കാവും ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ അവരത് അങ്ങോട്ട് ഇതാക്കുന്നുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ട് കൂടെ കൂടാം. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി അതിലേക്ക് സന്ദീപ് പോൾ സൈനിങ് ഓഫ്.